യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇന്ന് രാത്രിത്തെ ചിന്തയ്ക്കായി ശ്രദ്ധിക്കാം. യോഹന്നാൻ 9:1-2 വാക്യങ്ങൾ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കോണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിന് അത്രേ. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യേശു കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശു കടന്നു പോകുമ്പോൾ ഒരു കുരുടനെ കണ്ടു എന്നെഴുതിയിരിക്കുന്നു. പക്ഷേ യേശു എന്തിലൂടെ കടന്നുപോയി, യേശു കർത്താവ് ഏതു സാഹചര്യത്തിലൂടെ കടന്നുപോയി, യേശു ഏതവസ്ഥയിലൂടെ കടന്നുപോയി എന്ന് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ 8-ാം അധ്യായം നോക്കണം. 8-ാം അധ്യായം വാക്യം 41. അവർ അവനോട്, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, ദൈവം തന്നെ എന്ന് പറഞ്ഞു. യേശു ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയി എന്നറിയണമെങ്കിൽ 8-ാം അധ്യായം നോക്കണമെന്ന് പറഞ്ഞില്ലേ? 41-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഒരു കൂട്ടം വിമർശകരുടെ, പരിഹാസികളുടെ ഇടയിലൂടെയാണ് യേശു കടന്നുപോയത്. അവരിൽ ചിലർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളാരും വ്യഭിചാരപുത്രന്മാർ അല്ല, നിന്റെ പിതാവാരെന്ന് നിനക്കറിയുമോ എന്ന ചോദ്യമാണ് യേശുവിനോട് അവർ ചോദിച്ചത്. വാക്യം 48. യഹൂദന്മാർ അവനോട്, നീ ഒരു ശമരിയൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് പറഞ്ഞു. യേശു കർത്താവിനെ നോക്കി, തന്റെ മുഖത്ത് നോക്കി അവർ പറഞ്ഞു, നീ ഒരു ശമര്യനാണ്, നീ ഒരു ജാതിയാണ്, നിന്റെ മേൽ ഭൂതം ഉണ്ട് എന്ന് പറഞ്ഞവരുടെ നടുവിലൂടെ യേശു കടന്നുപോയി. വാക്യം 49. അതിന് യേശു, എനിക്ക് ഭൂതമില്ല, ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുക അത്രേ ചെയ്യുന്നത്, നിങ്ങളോ എന്നെ അപമാനിക്കുന്നു. അപമാനിക്കുന്നവരുടെ ഇടയിലൂടെ യേശു കടന്നുപോയി. വാക്യം 52. യഹൂദന്മാർ അവനോട്, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. നേരത്തെ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം ഞങ്ങൾക്കത് കൺഫേംഡ് ആയി എന്ന് പറയുന്നവരുടെ ഇടയിലൂടെ കടന്നുപോയി. വാക്യം 59. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. അടുത്ത വാക്യം എന്നാ? യേശുവോ മറിഞ്ഞ് ദേവാലയം വിട്ടുപോയി. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അപ്പൊ എന്തിലൂടെ കടന്നുപോയി? വ്യഭിചാരപുത്രൻ എന്ന് വിശേഷിപ്പിച്ചവരുടെ ഇടയിലൂടെ കടന്നുപോയി. മുഖത്തു നോക്കി അപമാനിച്ചവരുടെ നടുവിലൂടെ കടന്നുപോയി. നിനക്ക് ഭൂതമുണ്ട് എന്ന് പറഞ്ഞവരുടെ ഇടയിലൂടെ കടന്നുപോയി. എറിയാൻ കല്ലും എടുത്തു പിടിച്ചു നിൽക്കുന്നവരുടെ നടുവിലൂടെ അവൻ കടന്നു പോകുമ്പോഴും അന്ധന്റെ കണ്ണ് തുറക്കാനുള്ള കരുത്ത് അവന്റെ കൈക്കുണ്ടായിരുന്നു. ഒന്നുകൂടെ പറയാം, വിമർശിക്കുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും നിന്ദിക്കുന്നവരുടെയും നടുവിലൂടെ അവൻ കടന്നു പോകുമ്പോഴും, എറിയാൻ കയ്യിൽ കല്ലും എടുത്ത് പിടിച്ചു നിൽക്കുന്നവരുടെ നടുവിലൂടെ അവൻ കടന്നു പോകുമ്പോഴും, എറിയാൻ കല്ലുമായി നിൽക്കുന്നവന്റെ കൈക്കില്ലാത്ത പവർ അവന്റെ കരത്തിനുണ്ടായിരുന്നു. നിനക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിനേക്കാൾ നിന്റെ ദൈവം ശക്തനാണ്. കരങ്ങൾ അടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാം. മനസ്സിലാക്കാൻ കഴിയുന്നോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കൂ, എറിയാൻ നിൽക്കുന്നവന് അന്നും ഇന്നും എറിയാനേ അറിയുള്ളൂ. വിമർശിക്കുന്നവന് അന്നും ഇന്നും വിമർശിക്കാനേ അറിയുള്ളൂ. പക്ഷേ ഇന്ന് രാത്രിയിൽ അവർക്കാർക്കും ചെയ്യാൻ കഴിയാത്ത ചിലവ് നിന്റെ കരത്തിലൂടെ ദൈവത്തിന് ചെയ്യാൻ കഴിയും. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാം.
പക്ഷേ ഇതിനകത്ത് ചില ആത്മീയ സന്ദേശങ്ങളുണ്ട്. യേശു കർത്താവ് ചില മണിക്കൂറുകളുടെ നിന്ദയിലൂടെ കടന്നു പോകുകയാണ്. യേശു കർത്താവ് ചില മണിക്കൂറുകളുടെ അപമാനത്തിലൂടെ കടന്നു പോകുകയാണ്. അപമാനത്തിന്റെ വേദന അവനറിയാം, നിന്ദയുടെ വേദന അവനറിയാം, ഒറ്റപ്പെടലിന്റെ വേദന അവനറിയാം. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെ അവന് മനസ്സിലാക്കാൻ കഴിയും. കാരണം പാപം ഒഴികെ അവൻ സകലത്തിലും നമുക്ക് തുല്യനായവനാണ്. ഒറ്റപ്പെടലിന്റെ വേദന അവൻ അനുഭവിച്ചില്ലേ? നിന്ദയുടെ വേദന അവൻ അനുഭവിച്ചില്ലേ? തിരസ്കരണത്തിന്റെ വേദന അവൻ അനുഭവിച്ചില്ലേ? എങ്കിലും വചനം പറയുന്നു, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇന്ന് രാത്രിയിൽ ആര് നിന്നെ നിന്ദിച്ചാലും, ആര് നിന്നെ ഒറ്റപ്പെടുത്തിയാലും, ആര് നിന്നെ കളിയാക്കിയാലും മാനിക്കുന്ന ഒരു ദൈവം, മാനിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ജീവനുള്ള ദൈവത്തിന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാം. ചില മണിക്കൂറുകളുടെ പ്രശ്നത്തിലൂടെ പോയ കർത്താവ് ജന്മനാ പ്രശ്നത്തിലിരിക്കുന്നവനെ കണ്ടു. ചില മണിക്കൂറുകളുടെ നിന്ദയിലൂടെ പോയ യേശു ജന്മനാ പ്രതികൂലത്തിലിരിക്കുന്നവനെ കണ്ടു. ഇന്ന് രാത്രി ചെവി തുറന്ന് കേട്ടോ. നിങ്ങളുടെ മണിക്കൂറുകളുടെ പ്രതിസന്ധികൾ, നിങ്ങളുടെ മണിക്കൂറുകളുടെ നിന്ദകൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രതികൂലത്തിലൂടെ പോകുന്നെങ്കിൽ എഴുതി വെച്ചോ, നിങ്ങൾക്ക് മാത്രമല്ല അതിനകത്ത് വിടുതൽ, നിങ്ങളിലൂടെ പലർക്കും അതിനകത്ത് വിടുതൽ ഉണ്ടാകും. നിങ്ങൾ നിമിത്തം അതിനകത്ത് പലർക്കും നന്മയുണ്ടാകും. ശ്രദ്ധിക്കണേ, കല്ലുമെടുത്ത് പിടിച്ച് നിൽക്കുന്നവനെയാണോ യേശു ശ്രദ്ധിച്ചത്? നിന്റെ പിതാവാരെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് തെളിയിക്കാൻ പോയില്ലെന്ന്, നിന്ദിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ പോയില്ല. എറിയാൻ കല്ലുമായി നിൽക്കുന്നവന്റെ കല്ലെണ്ണാനല്ല പിതാവ് അവനെ അയച്ചത്, കുരുടനെ സൗഖ്യമാക്കാനാണെന്ന് അവൻ അറിയാമായിരുന്നു. ഇന്നു രാത്രിയിൽ ദൈവമേൽപ്പിച്ച ദൗത്യത്തിലേക്ക്, ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തത്തിലേക്ക്, ദൈവമേൽപ്പിച്ച ദർശനത്തിലേക്ക് കണ്ണുറപ്പിക്കുന്നവർ കൈകൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്ത് പറ, എറിയാൻ കല്ലുമായി നിൽക്കുന്നവനെ ശ്രദ്ധിക്കരുത്, നിന്റെ ജോലി ചെയ്യാൻ പറ. വിമർശിക്കുന്നവനെ നീ ശ്രദ്ധിക്കരുത്, പരിഹാസിയെ നീ ശ്രദ്ധിക്കരുത്. പിതാവായ ദൈവം തന്നെ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണെന്ന് യേശുവിന് അറിയായിരുന്നു. എന്തിനയച്ചേ? ബദ്ധന്മാർക്ക് വിടുതലും, കുരുടന്മാർക്ക് കാഴ്ചയും, പീഡിതർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകാൻ അയച്ചേ, അല്ലാതെ കല്ലെണ്ണാനല്ലെന്ന് അറിയായിരുന്നു. ഇന്ന് രാത്രിയിൽ അപമാനിക്കട്ടെ, നിന്ദിക്കട്ടെ, പരിഹസിക്കട്ടെ, ഒരു കാര്യം ഞാൻ ഉറപ്പായി പറയാം, കല്ലുമായി നിൽക്കുന്നവന്റെ കൈക്ക് ചെയ്യാൻ പറ്റാത്തത് എന്റെ കൈക്ക് ചെയ്യാൻ കഴിയും. വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തി കലമടിച്ചു വാ തുറന്ന് കേൾക്കുന്നു. ദാവീദിനെ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തുണ്ട്. ഗോലിയാത്ത് മല്ലനാണ്, ഗോലിയാത്ത് ശക്തനാണ്. ദാവീദ് ബാലനാണ്, അവൻ ചെറിയ പയ്യനാണ്. പക്ഷെ ഗോലിയാത്തിന്റെ മുമ്പിൽ ദാവീദ് നിൽക്കുമ്പോൾ ദാവീദ് നോക്കിയത് ഗോലിയാത്തിന്റെ ഫിഗർ അല്ല, ഗോലിയാത്തിന്റെ തലയ്ക്ക് മേളിൽ നിൽക്കുന്ന വലിയവനായ ദൈവത്തെയാണ്. ഓ, ഇന്ന് രാത്രി എനിക്കൊരു വലിയ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച്, എനിക്കൊരു വലിയ ദൈവമുണ്ട്. I have a big God. I have a big God. He is my healer. He is my savior. He is my redeemer. I have a big God. എന്താണ് ഈ കുരുടന്റെ പ്രത്യേകത? ഒന്ന്, ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം ഈ കുരുടന്റെ വിഷയത്തിൽ ആൾക്കാർ ഇടപെട്ടതിന്റെ മെത്തേഡ് എങ്ങനെയാണെന്ന്. ഒന്നുകൂടെ പറയാം, ഈ അധ്യായം വായിക്കുമ്പോൾ ഇവന്റെ വിഷയത്തിനകത്ത് ഒരുപാട് പേര് ഇടപെട്ടിട്ടുണ്ട്. ഒന്ന്, ഇവൻ സൗഖ്യമായപ്പോൾ യഹൂദന്മാർ, പള്ളിപ്രമാണികൾ,
ഇവന്റെ വീട്ടിൽ ചെന്നു. ഇവന്റെ വീട്ടിൽ ചെന്നിട്ട് ഇവന്റെ അപ്പനോടും അമ്മയോടും ചോദിച്ചു, നിങ്ങളുടെ മോൻ എങ്ങനെ സൗഖ്യമായെന്ന്. ഈ അപ്പനും അമ്മയും പറഞ്ഞു, അവന് പ്രായമുണ്ടല്ലോ, നിങ്ങൾ അവനോട് പോയി ചോദിക്കാൻ. അപ്പൊ അവന് അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, അവന് വീടുണ്ടായിരുന്നു. ഇതിലെല്ലാം ഉപരിയായിട്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു, അവൻ യേശുവിൽ വിശ്വസിച്ചതിനാൽ, യേശു അവനെ തൊട്ടതിനാൽ പള്ളിക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. യേശുവിനെ സ്നേഹിച്ചവനെ, യേശു തൊട്ടവനെ പള്ളിപ്രശ്നനാക്കി. അവന്റെ പള്ളിയിൽ നിന്ന് അവനെ പുറത്താക്കി. അവനെ എപ്പോ പള്ളിയിൽ നിന്ന് പുറത്താക്കിയോ, യേശു അവനെ തിരക്കി അവന്റെ അടുത്ത് വന്നു. ഇന്ന് പകൽ ആരെങ്കിലും നിന്നെ പുറത്താക്കിയെങ്കിൽ നീ ഒറ്റയ്ക്കല്ലെന്ന് ഇന്ന് രാത്രി ഓർത്തോണം. അവൻ അപ്പനും അമ്മയുണ്ടായിരുന്നു, അവന് വീടുണ്ടായിരുന്നു, അവനൊരു പള്ളിയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. മെമ്പർഷിപ്പ് ഉള്ളവനെയല്ലേ മുടക്കാനൊക്കെ ഉള്ളൂ. 4, ഒരു വലിയ സമൂഹം അവന് വേണ്ടി ഇറങ്ങി വന്നു. അപ്പോ സമൂഹത്തിന്റെ സപ്പോർട്ടുണ്ട്, അപ്പനും അമ്മയുണ്ട്, വീടുണ്ട്, ഒരു പള്ളി മെമ്പർഷിപ്പ് ഉണ്ട്. എല്ലാ ചുറ്റുപാടുകളും എല്ലാ സാഹചര്യങ്ങളും അവനുണ്ടായിരുന്നു. പക്ഷേ അവന്റെ ഭാവി നഷ്ടപ്പെട്ടു പോയി. ഇന്ന് രാത്രിയിൽ ആരോടോ ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഉയരാൻ, അനുഗ്രഹിക്കപ്പെടാൻ, മാനിക്കപ്പെടാൻ എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും ഒന്നുമാകാൻ പറ്റാതെ ഭാവി നഷ്ടപ്പെട്ട ആരെങ്കിലും ഈ ടെന്റിനകത്തോ പുറത്തോ ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ പ്രതീക്ഷകൾക്ക് വിപരീതമായി ആഞ്ഞടിച്ച കൊടുങ്കാറ്റുകളാൽ ഭാവി തകരാറിലായ ആരെങ്കിലും ഇന്ന് രാത്രിയിനകത്തുണ്ടെങ്കിൽ എഴുതി വെച്ചോ, വിശ്വസിച്ചോ, നിനക്ക് നഷ്ടപ്പെട്ട ഭാവിയെ തിരികെ തരാൻ കഴിവുള്ള ഒരു ദൈവം യേശു ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ട്. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. അതെ, അവൻ ഭാവിയെ തിരികെ തരുന്നു. 2, കുരുടന്റെ രണ്ടാമത്തെ പ്രശ്നം എന്നറിയാമോ? കുരുടന്റെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് അവൻ വേഗത നഷ്ടപ്പെട്ടവനാണ്. കുരുടന്മാർക്കൊന്നും സ്പീഡ് ചെയ്യാനൊക്കത്തില്ല. നിങ്ങളെപ്പോലെ വേഗത്തിലൊന്നും കുരുടന്മാർക്ക് ചെയ്യാനൊക്കത്തില്ല. അവർ വളരെ സ്ലോ ആണ്. ഒരാളുടെ സഹായം ഇല്ലാതെ റോഡ് ക്രോസ് ചെയ്യാനൊക്കില്ല. ഒരാളുടെ സഹായം ഇല്ലാതെ ബസ്സിനകത്ത് കയറാനൊക്കില്ല. അവർ എല്ലാരെ പോലെ അല്ല, പെട്ടെന്ന് ഓടിച്ചെന്ന് ഫുഡൊന്നും എടുത്ത് കഴിക്കാനൊക്കില്ല. അവർ വളരെ സ്ലോ ആണ്. കുരുടന്മാർ പതുക്കെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. എന്നാൽ കേട്ടോ, ഇവന്റെ വേഗത നഷ്ടപ്പെട്ടു. ഞാൻ വിശ്വസിക്കുന്നു യേശു അവനെ കണ്ടു. കർത്താവ് അവന്റെ കണ്ണ് തുറന്നു. അവന്റെ ജീവിതത്തിലെ വേഗത അവന് തിരികെ കിട്ടി. ഇന്ന് രാത്രി ഈ മെസ്സേജ് എടുക്കുവോ നിങ്ങൾ? എന്റെ കർത്താവിന് നിങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ കഴിയും. എന്റെ കർത്താവിന് നിങ്ങളുടെ വിഷയത്തിന്റെ വിടുതലിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ കഴിയും. വർഷങ്ങളായി എഴയിക്കുന്ന വിഷയത്തെ ഇന്ന് രാത്രി സഡനായി ചെയ്യാൻ യേശുവിന് കഴിയും. അഹരോൻ എന്ന് പറയുന്ന മോശയുടെ സഹോദരന്റെ വടി പുരോഹിതൻ ഒരു ബദാം വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി നിയമപ്പെട്ടകത്തിനകത്ത് അടച്ചു വെച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു ബദാം കായ്ക്കണമെങ്കിൽ, അതിനകത്ത് ഫലമുണ്ടാകണമെങ്കിൽ 4 മുതൽ 5 വർഷം വരെ എടുക്കും. എന്നാൽ 5 കൊല്ലം കൊണ്ട് നടക്കേണ്ടത് ഒറ്റ രാത്രി കൊണ്ട് ദൈവം ചെയ്തു. ഒറ്റ രാത്രി കൊണ്ട് അവന്റെ കമ്പ് തളിർത്തു, പൂത്തു. പ്രിയപ്പെട്ടവരെ, 5 കൊല്ലം കഴിഞ്ഞ് നടക്കാനുള്ളതിനെ 5 മിനിറ്റിനകത്ത് ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് രാത്രിയിൽ നിനക്കുണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കുക. ദൈവത്തിന് വേഗത വർദ്ധിപ്പിക്കാൻ കഴിയും. 1, അവൻ ഭാവി നഷ്ടപ്പെട്ടവൻ. 2, അവൻ വേഗത നഷ്ടപ്പെട്ടവൻ. കുരുടന്റെ 3ാമത്തെ പ്രശ്നം പുതുമയില്ലാത്തവൻ. ഒന്നിലും അവന് പുതുമയില്ല. അവന് പുതുതായി ഒന്നും കാണാനില്ല. അവന് പുതുതായി ഒന്നും നോക്കാനില്ല. നിങ്ങളെ അവന് കാണാൻ കഴിയില്ല. നല്ലൊരു വൃക്ഷത്തെ നോക്കി അതിന്റെ മനോഹരത്വം വർണ്ണിക്കാൻ കഴിയില്ല. പ്രകൃതിയെ നോക്കി അവനത് വർണ്ണിക്കാൻ കഴിയില്ല.
അവനൊന്നും പുതുമയില്ല. എന്നാൽ യേശു അവന്റെ കണ്ണിനെ സൗഖ്യമാക്കിയപ്പോൾ അവൻ ഓരോ പുതുമയും കാണാൻ തുടങ്ങി. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്നവരോട് പറയട്ടെ, സകലത്തെയും പുതുതാക്കാൻ യേശുവിന് കഴിയും. നിന്റെ ജീവിതത്തെ പുതുതാക്കാൻ യേശുവിന് കഴിയും. സ്വഭാവത്തെ പുതുതാക്കാൻ യേശുവിന് കഴിയും. ജീവിതത്തെ പുതുതാക്കാൻ യേശുവിന് കഴിയും. തകർന്ന നിന്റെ കുടുംബ ജീവിതത്തെ അനുഗ്രഹപൂർണമാക്കാൻ യേശുവിന് കഴിയും. അതെ, യേശു നഷ്ടപ്പെട്ട ഭാവി തിരികെ തരുന്നു. യേശു എന്റെ വേഗത വർദ്ധിപ്പിക്കുന്നു. അവൻ എന്നെ പുതുതാക്കുന്നു. ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുകയാണ്, ഗുരു, ഇവൻ ഇങ്ങനെ കുരുടനാകാനുള്ളതിന്റെ കാരണം എന്നാ? ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തത് കൊണ്ടാണോ ഇവൻ കുരുടനായേ? ശിഷ്യന്മാർ എന്നാ ചോദിച്ചേ? ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തോണ്ടാണോ ഇവൻ കുരുടനായേ? ശിഷ്യന്മാർ ചോദിച്ചു ഇത്രയേ ഉള്ളൂ, എന്തുകൊണ്ട് ഇവൻ കുരുടനായി? ആരുടെ കുറവ് കൊണ്ട് ഇവൻ കുരുടനായി? ആരുടെ ശാപം കൊണ്ട് ഇവൻ ഈ പ്രശ്നം വന്നു? ഇവന്റെ പ്രശ്നത്തിന്റെ പിന്നിൽ ആരാണ്? എന്തുകൊണ്ട് ഇവൻ ഇങ്ങനെയായി? യേശു എന്നാ മറുപടി പറഞ്ഞെന്നറിയോ? ഇവനെങ്കിലും ഇവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തത് കൊണ്ടല്ല, ദൈവത്തിന്റെ പ്രവൃത്തി ഇവനിൽ വെളിപ്പെടുവാനത്രേ. ശിഷ്യന്മാര് ചോദിച്ചു, ബ്രദർ സിസ്റ്റർ, എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ആയിപ്പോയത്? എന്തുകൊണ്ട് ഈ കടഭാരം? എന്തുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയായി? എന്തുകൊണ്ട് എന്റെ അവസ്ഥ ഇങ്ങനെയായി? എന്തുകൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് സമാധാനമില്ല? എന്തുകൊണ്ട് ആ വ്യക്തി മരിച്ചു? എന്തുകൊണ്ട് ആ വ്യക്തിക്ക് രോഗം വന്നു? നിങ്ങൾ ഇനി എങ്ങനെല്ലാം ശ്രമിച്ചാലും അതിന് ഉത്തരം കിട്ടത്തില്ല. പക്ഷേ എന്തിനു വേണ്ടി എന്ന് പറയാം. എന്തുകൊണ്ട് എന്നുള്ളതിന് ഉത്തരമില്ല. എന്തുകൊണ്ടെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞത് എന്തിനു വേണ്ടിയാണെന്നാ? ദൈവപ്രവൃത്തി ഇവനിൽ വെളിപ്പെടുവാൻ. ദൈവപ്രവൃത്തി ഇവനിൽ വെളിപ്പെടുവാൻ. ഈ പ്രതിസന്ധി എന്തിനു വേണ്ടിയാന്ന് പറയാം. ഈ നിന്ന എന്തിനു വേണ്ടിയാന്ന് പറയാം. ഈ കഷ്ടത എന്തിനു വേണ്ടിയാന്ന് പറയാം. ഈ രോഗം എന്തിനു വേണ്ടിയാന്ന് പറയാം. ഇന്ന് രാത്രിയിൽ നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ ദൈവപ്രവൃത്തി, ദൈവപ്രവൃത്തി, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ. ഹല്ലേലൂയ! കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. വേഗത നഷ്ടപ്പെട്ടവൻ, ഭാവി നഷ്ടപ്പെട്ടവൻ, പുതുമ നഷ്ടപ്പെട്ടവൻ, അവനെ യേശു കണ്ടു. യേശു അവനെ കണ്ടതായിരുന്നു അവന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ്. മകനെ, മകളെ, ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഒരു പുതിയ ജോലി കിട്ടുന്നതല്ല നിന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ്. അമേരിക്കൻ വിസ കിട്ടുന്നതല്ല നിന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ്. പുതിയൊരു ബിസിനസ് തുടങ്ങുന്നതല്ല ലൈഫിന്റെ ടേണിംഗ് പോയിന്റ്. മക്കളെ MBBS വിടുന്നതല്ല ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ്. യേശുവിനെ കണ്ടെത്തുന്നതാണ് ജീവിതത്തിന്റെ വഴിത്തിരിവ്.